Transpose of a bounded linear map. Let X and Y be normed spaces. Let capital F element of be L of X, Y. അപ്പോൾ എക്സിൽ നിന്ന് വൈയിലേക്കുള്ള ഒരു ബൗണ്ടഡ് ലീനിയർ മാപ്പാണ് എഫ്. ഇതിന്റെ ട്രാൻസ്പോസ് എന്തെന്നുള്ളതാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. Then the map denoted by F dash and defined from Y dash to X dash and defined by F dash of, ഇവിടെ Y dash ആ ഡൊമൈൻ, അതിൽ നിന്ന് ഒരു എലമെന്റ് എടുക്കുന്നു, സ്മോൾ y dash. F dash of Y dash is equal to, it is defined as Y dash composition F for Y dash element of the domain. അപ്പോൾ ഇവിടെ നമ്മൾ ഇമേജ് ആയിട്ട് ഡിഫൈൻ ചെയ്തേക്കുന്നത് Y dash composition F എന്നാണ്. അത് എക്സ് ഡാഷിലെ എലമെന്റ് ആണെങ്കിൽ ഈ ഡെഫിനിഷൻ വാലിഡ് ആണ് നമ്മൾ ഈ പറഞ്ഞേക്കുന്നത്. ഇവിടെ എഫ് എന്ന് പറയുന്നത് നമുക്കറിയാം എക്സിൽ നിന്ന് വൈയിലേക്കുള്ള മാപ്പിംഗ്, വൈയിൽ നിന്ന് കെയിലേക്കുള്ള മാപ്പിംഗ് ആണ് വൈ ഡാഷ്. സ്മോൾ വൈ ഡാഷ് എന്ന് പറയുന്നത് വൈയിൽ നിന്ന് കെയിലേക്കാണല്ലോ. ക്യാപിറ്റൽ വൈ ഡാഷിലെ എലമെന്റ് ആണ് സ്മോൾ വൈ ഡാഷ് എന്ന് പറയുമ്പോൾ അത് വൈയിൽ നിന്ന് കെയിലേക്കുള്ള ബൗണ്ടഡ് ലീനിയർ മാപ്പാണ്. എഫും വൈ ഡാഷും ലീനിയർ ആയതുകൊണ്ട് അവരുടെ കോമ്പോസിഷൻ വൈ കോമ്പോസിഷൻ എഫും ഒരു ലീനിയർ മാപ്പായിരിക്കും. അത് എക്സിൽ നിന്ന് കെയിലേക്കായിരിക്കും. അവരുടെ കോമ്പോസിഷൻ പറയാമല്ലോ റിവേഴ്സ് ഓർഡറിൽ, വൈ ഡാഷ് കോമ്പോസിഷൻ എഫ്. അപ്പോൾ വൈ ഡാഷ് കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് കെയിലേക്കുള്ള മാപ്പിംഗ് ആയിരിക്കും. വൈ ഡാഷും എഫും കണ്ടിന്യൂസ് ആയതുകൊണ്ട് അവരുടെ കോമ്പോസിഷനും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഈ വൈ ഡാഷ് കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് കെയിലേക്കുള്ള കണ്ടിന്യൂസ് ലീനിയർ മാപ്പാണ്. ആയതുകൊണ്ട് വൈ ഡാഷ് കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എക്സ് ഡാഷിലെ എലമെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ഇമേജ് ആയിട്ട് വെച്ചേക്കുന്ന ആള് എക്സ് ഡാഷിലെ എലമെന്റ് ആണ്. അപ്പോൾ ഈ എഫ് ഡാഷ് എന്ന് പറയുന്നത് വൈ ഡാഷിൽ നിന്ന് എക്സ് ഡാഷിലേക്കുള്ള മാപ്പിംഗ് ആണ്. ഈ ഫംഗ്ഷനെ, ഈ എഫ് ഡാഷിനെ വിളിക്കുന്ന പേരാണ് എഫിന്റെ ട്രാൻസ്പോസ്. ഈസ് കോൾഡ് the transpose of capital F. അപ്പോൾ എഫ് എന്ന് പറയുന്ന ബൗണ്ടഡ് ലീനിയർ മാപ്പ് എക്സിൽ നിന്ന് വൈയിലേക്കാണെങ്കിൽ അതിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എഫ് ഡാഷ് വൈ ഡാഷിൽ നിന്ന് എക്സ് ഡാഷിലേക്കായിരിക്കും. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഡാഷ് ഓഫ് സ്മോൾ വൈ ഡാഷ് ഇസ് ഈക്വൽ ടു സ്മോൾ വൈ ഡാഷ് കോമ്പോസിഷൻ ക്യാപിറ്റൽ എഫ് ഫോർ എനി സ്മോൾ വൈ ഡാഷ് ഇൻ ക്യാപിറ്റൽ വൈ ഡാഷ്. അപ്പൊ ഇവിടെ ഈ വൈ ഡാഷ് കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷനാണ്, രണ്ട് ഫംഗ്ഷനുകളുടെ കോമ്പോസിഷനാണ്. അപ്പൊ ഇതൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡും ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ ഈക്വൽ ഫംഗ്ഷൻ എന്ന് പറയണമെങ്കിൽ, രണ്ട് ഫംഗ്ഷനുകൾ ഈക്വൽ എന്ന് പറയണമെങ്കിൽ അവർ ഓരോ പോയിന്റിലും ഈക്വൽ ആയിരിക്കണം. അവരുടെ വാല്യൂസ് ഓരോ പോയിന്റിലും ഈക്വൽ ആയിരിക്കണം. ഇവിടെ വൈ ഡാഷ് കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് കെയിലേക്കുള്ള ഫംഗ്ഷൻ. അപ്പോൾ എക്സിലെ ഓരോ പോയിന്റിലും വൈ ഡാഷ് കോമ്പോസിഷൻ എഫിന്റെ വാല്യൂ എക്സിലെ ഓരോ പോയിന്റിലും ഈ ലെഫ്റ്റ് സൈഡിൽ വന്നേക്കുന്ന എഫ് ഡാഷ് ഓഫ് വൈ ഡാഷിന്റെ വാല്യൂവിനോട് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഈ ഡെഫിനിഷനെ നമുക്ക് മാറ്റി ഇങ്ങനെ പറയാം. ദാറ്റ് ഈസ്, ഇങ്ങനെ അറിയണം, എഫ് ഡാഷ് ഓഫ് വൈ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ഡാഷ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്. ഇനി എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നാണല്ലോ. അപ്പോൾ വൈ ഡാഷ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്നുള്ളതിനെ നമുക്ക് വൈ ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയും അറിയണം, ഈ രണ്ട് രീതിയിലും ഇത് അറിയണം, ഇമ്പോർട്ടൻ്റ് ആണ്. എഫ് ഡാഷ് ഓഫ് വൈ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് ഫോർ എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് ആൻഡ് സ്മോൾ വൈ ഡാഷ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ വൈ ഡാഷ്. കൂടാതെ എഫ് ഡാഷ് ഓഫ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ ഡാഷ് കോമ്പോസിഷൻ എഫ് എന്നും അറിയണം. അത് എക്സിലേക്ക് അപ്ലൈ ചെയ്യുമ്പം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കൂടെ അറിയുക. എഫ് ഡാഷ് ഓഫ് വൈ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു
വൈ ഡാഷ് ഓഫ് ഈ അകത്തുള്ള ഫംഗ്ഷൻ വൈ ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് എന്നായി മാറും. ഇനി ഇതിന്റെ ഈ ഫംഗ്ഷന്റെ ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഒന്നാമതായി എഫ് ഡാഷ് എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും. എഫ് ഡാഷ് ഈസ് എ ലീനിയർ മാപ്പ്. ലീനിയർ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എഫ് ഡാഷിന്റെ ഡൊമൈനിൽ നിന്ന് രണ്ട് വെക്ടേഴ്സ് എടുക്കുക. എഫ് ഡാഷിന്റെ ഡൊമൈൻ എഫ് ഡാഷ് എന്ന് പറയുന്നത് വൈ ഡാഷിൽ നിന്ന് എക്സ് ഡാഷിലേക്കുള്ള മാപ്പിംഗ്. അപ്പോൾ വൈ ഡാഷിൽ നിന്ന് രണ്ട് എലമെന്റ് എടുക്കുന്നു. ലെറ്റ് സ്മോൾ y1 dash, y2 dash, element of capital Y dash. രണ്ട് സ്കെയിലേഴ്സ് കൂടെ ചൂസ് ചെയ്യുക. ആൻഡ് k1, k2, element of capital K. എന്നിട്ട് എന്ത് പ്രൂവ് ചെയ്യണം? എഫ് ഡാഷ് ഓഫ് k1 y1 dash പ്ലസ് k2 y2 dash is equal to k1 into f dash of y1 dash പ്ലസ് k2 into f dash of y2 dash എന്ന് പ്രൂവ് ചെയ്യണം. അത് നമുക്ക് ഡെഫിനിഷൻ അനുസരിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്തത് എഫ് ഡാഷ് ഓഫ് വൈ ഡാഷ് ഡിഫൈൻ ചെയ്തത് വൈ ഡാഷ് കോമ്പോസിഷൻ എഫ് എന്നാണ്. ഇവിടെ വൈ ഡാഷ് ആയിട്ട് നിൽക്കുന്നത് ഈ വെക്ടർ ആണ്. സോ ദാറ്റ് വെക്ടർ കോമ്പോസിഷൻ എഫ് എന്നാകും. k1 y1 dash പ്ലസ് k2 y2 dash കോമ്പോസിഷൻ എഫ്. കോമ്പോസിഷന്റെ പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. k1 y1 dash കോമ്പോസിഷൻ എഫ് പ്ലസ് k2 y2 dash കോമ്പോസിഷൻ എഫ്. വീണ്ടും k1 y1 dash കോമ്പോസിഷൻ എഫ് എന്നുള്ളതിനെ നമുക്ക് k1 into y1 dash കോമ്പോസിഷൻ എഫ് എന്ന് എഴുതാം. അതൊക്കെ കോമ്പോസിഷന്റെ പ്രോപ്പർട്ടീസ് ആയി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പ്ലസ് k2 into y2 dash കോമ്പോസിഷൻ എഫ് എന്ന്. വീണ്ടും നമുക്ക് ട്രാൻസ്പോസിന്റെ ഡെഫിനിഷൻ ഉപയോഗിച്ച് തിരിച്ചെഴുതാം. k1 into y1 dash കോമ്പോസിഷൻ എന്നുള്ളതിനെ എഫ് ഡാഷ് ഓഫ് y1 dash എന്ന് എഴുതാം. പ്ലസ് k2 into y2 dash കോമ്പോസിഷൻ എഫ് എന്നുള്ളത് എഫ് ഡാഷ് ഓഫ് എഫ് ഡാഷിന്റെ ഡെഫിനിഷൻ അനുസരിച്ചത് എഫ് ഡാഷ് ഓഫ് y2 dash എന്ന് എഴുതാം. അപ്പോൾ എന്ത് കിട്ടി? എഫ് ഡാഷ് ഓഫ് k1 y1 dash പ്ലസ് k2 y2 dash is equal to k1 into f dash അകത്തേക്ക് പോയി k1 into f dash of y1 dash പ്ലസ് k2 into f dash of y2 dash എന്ന് കിട്ടി. Therefore f dash is a linear map. f dash is linear. Next property, f dash is a continuous map. f dash is continuous on and a domain y dash. അപ്പോൾ നമ്മൾ ഒരു ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എക്സിൽ നിന്ന് വൈയിലേക്കുള്ളത് കണ്ടിന്യൂസ് ആണ്, ബൗണ്ടഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്തുവാ ചെയ്യുന്നത്? നോം ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു നോം ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് ആൻഡ് ഫോർ സം ആൽഫ ഗ്രേറ്റർ ദാൻ 0 എന്ന് കാണിക്കണം. അപ്പോൾ ഇവിടെ എഫ് ഡാഷ് വൈ ഡാഷ് ആണ് എൻ്റെ ഡൊമൈൻ. ആ എഫ് ഡാഷ് കണ്ടിന്യൂസ് ഓൺ വൈ ഡാഷ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നോം ഓഫ് എഫ് ഡാഷ് ഓഫ് വൈ ഡാഷ് is less than or equal to some positive number alpha into norm of y dash for all y dash element of capital Y dash എന്ന് പ്രൂവ് ചെയ്യണം. ഇങ്ങനെ പ്രൂവ് ചെയ്താൽ നമുക്ക് പറയാം എഫ് ഡാഷ് ഈസ് കണ്ടിന്യൂസ് എന്ന്. നോക്കാം. കൺസിഡർ നോം ഓഫ് എഫ് ഡാഷ് ഓഫ് വൈ ഡാഷ് ഫോർ വൈ ഡാഷ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ വൈ ഡാഷ്. This is equal to ഡെഫിനിഷൻ അനുസരിച്ച് എഫ് ഡാഷ് ഓഫ് വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ ഡാഷ് കോമ്പോസിഷൻ എഫ് എന്നാണ്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു നോം ഓഫ് എ ബി എന്ന് വെച്ചാൽ എ കോമ്പോസിഷൻ ബി എന്നാ. നോം ഓഫ് എ കോമ്പോസിഷൻ ബി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എ ഇൻറ്റു നോം ഓഫ് ബി. നേരത്തെ നമ്മൾ പഠിച്ചതാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് നോം ഓഫ് വൈ ഡാഷ് എഫ് എന്നാണിത്. വൈ ഡാഷ് കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ വൈ ഡാഷ് എഫ് എന്നാണ്. ദറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് വൈ ഡാഷ് ഇൻറ്റു
നോം ഓഫ് എഫ്. സോ എന്ത് കിട്ടി? നോം ഓഫ് എഫ് ഡാഷ് ഓഫ് വൈ ഡാഷ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, തിരിച്ചെഴുതാം, നോം എഫ് ഇൻറ്റു നോം വൈ ഡാഷ്. നോം എഫ് എന്ന് പറഞ്ഞാൽ എഫിന്റെ നോം, അതൊരു യുണീക്ക് നമ്പർ ആണല്ലോ, അതിനെ നമുക്കൊരു ആൽഫയായിട്ട് കാണാം. അപ്പോൾ നോം ഓഫ് എഫ് ഡാഷ് ഓഫ് വൈ ഡാഷ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു നോം ഓഫ് വൈ ഡാഷ് എന്ന് കിട്ടി. ആൻഡ് ഇറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ വൈ ഡാഷ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ വൈ ഡാഷ്. ഇതിൽ നിന്ന് എന്ത് പറയാം? എഫ് ഡാഷ് ഈസ് കണ്ടിന്യൂസ്. ദസ് എഫ് ഡാഷ് ഈസ് കണ്ടിന്യൂസ് ഓൺ ഇറ്റ്സ് ഡൊമൈൻ വൈ ഡാഷ്. അങ്ങനെ എഫ് ഡാഷ് എന്ന് പറയുന്നത്, എഫ് ഡാഷ് എന്ന മാപ്പിങ് വൈ ഡാഷിൽ നിന്ന് എക്സ് ഡാഷിലേക്കുള്ള ലീനിയർ ആൻഡ് കണ്ടിന്യൂസ് മാപ്പാണ്. അപ്പോൾ എഫ് ഡാഷ് എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് ലീനിയർ മാപ്പാണ് വൈ ഡാഷിൽ നിന്ന് എക്സ് ഡാഷിലേക്ക്. അതുകൊണ്ട് എന്ത് പറയാം? Therefore f dash is an element of BL of y dash, x dash. അപ്പോൾ അറിഞ്ഞിരിക്കുക, എഫ് എന്ന് പറയുന്നത് ബി എൽ ഓഫ് എക്സ് വൈയിലെ എലമെന്റ് ആണെങ്കിൽ എഫ് ഡാഷ് എന്ന് പറയുന്നത് ബി എൽ ഓഫ് വൈ ഡാഷ് എക്സ് ഡാഷിലെ എലമെന്റ് ആയിരിക്കും.